അപ്പോൾ നമുക്ക് ഇന്നത്തെ പൊട്ടകഥ തുടങ്ങാം. ഇന്നത്തെ പൊട്ടകഥ പ്രകാശിൻ്റെയാണ്. പ്രകാശനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു. സ്വന്തമായിട്ട് ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മടിയന്. ഒരു വണ്ടി എങ്ങ് കൊണ്ട് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ വണ്ടി തിരിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പം വേറെ വർക്ക്ഷോപ്പ് ഒന്നും തൊട്ടടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഈ പ്രകാശിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരിക. അതുകൊണ്ട് പ്രകാശിന് അങ്ങനെ ഫൈനാൻഷ്യൽ ക്രൈസിസുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ആ നാട്ടിലേക്ക് ഒരു അത്യാധുനിക സർവീസ് സെൻറ്റർ വന്നത്. അവർ കമ്പ്യൂട്ടറും മെഷീനൊക്കെ ആയിട്ട് അരമണിക്കൂർ കൊണ്ട് വണ്ടി നന്നാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പ്രകാശിന് അതൊരു വെല്ലുവിളിയായി. പ്രകാശിൻ്റെ കടയിലേക്ക് ഒരു ഈച്ച പോലും കയറാത്ത അവസ്ഥയായി. പ്രകാശിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. പ്രകാശിനാകെ സങ്കടമായി. ഒരു ദിവസം വൈകുന്നേരം പണിയൊന്നുമില്ലാതെ പ്രകാശൻ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കുത്തിരിക്കുക. അപ്പോഴാണ് പ്രകാശിന്റെ വർക്ക്ഷോപ്പിലേക്ക് ഒരു വിൻറ്റേജ് അംബാസിഡർ കാർ വന്നു നിന്നത്. ആ അംബാസിഡർ കാറിൽ നിന്നും ആ നാട്ടിലെ ഒരു പ്രമുഖനായ റിട്ടയർഡ് മിലിറ്ററി ക്യാപ്റ്റൻ പ്രഭാകരൻ പിള്ള വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രകാശ, എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് രാവിലെ ട്രിവാൻഡ്രം പോകണം. ഞാൻ 4 മണിക്ക് വരും. നീ എനിക്ക് എൻ്റെ വണ്ടിയുടെ ബ്രേക്കിന് പ്രശ്നമുണ്ട്. നീ അത് നന്നാക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞു. ഓ എന്ന് പ്രകാശൻ പറഞ്ഞു. പുള്ളി പോയി. പ്രകാശൻ പതിവ് പോലെ സ്പാനറും എടുത്തിട്ട് വണ്ടിയുടെ അടിയിലേക്ക് കയറി. പക്ഷേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്ക് പ്രഭാകരൻ പിള്ള വന്നു. നോക്കുമ്പോഴത്തേക്ക് പ്രഭാകരനാണെങ്കിൽ ഈത്ത ഒലിപ്പിച്ച് വണ്ടിയുടെ അടി കിടന്ന് ഉറങ്ങുക. ഈത്ത എന്നാണെന്നറിയാലോ അല്ലേ, ഈ ഇങ്ങനെ ഉറങ്ങുമ്പോൾ സൈഡിൽ കൂടെ ഒലിക്കുന്ന സാധനം. അപ്പം പ്രഭാകരൻ പിള്ളയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട്, പ്രഭാകരൻ പിള്ളയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മിലിറ്ററി ബൂട്ട് കൊണ്ട് ആ കാറിൻ്റെ ടയറിനിട്ട് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങി. അപ്പം എവിടെയോ തട്ടി ഈ പ്രകാശിന്റെ കയ്യിലിരുന്ന സ്പാനർ പ്രകാശിന്റെ മൂക്കിലടിച്ച് പ്രകാശിന്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. പ്രകാശൻ ഞെട്ടി എണീറ്റ്. പ്രകാശിന് കലിപ്പായി. പ്രകാശനാകെ കലിപ്പിച്ച് പ്രഭാകരനോട് വഴക്കിടാൻ തുടങ്ങി. അപ്പം പ്രഭാകരൻ പിള്ള ഭയങ്കരമായിട്ട് തിരിച്ചും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ മിടുക്കനാണെന്നുണ്ടെങ്കിൽ, നിനക്ക് വല്ല കഴിവുണ്ടെങ്കിൽ നീ ഈ വണ്ടി എനിക്ക് 20 മിനിറ്റ് കൊണ്ട് നന്നാക്കി തരണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വർക്ക്ഷോപ്പ് മുഴുവൻ തല്ലിപ്പൊട്ടിക്കുന്നു പറഞ്ഞു. അപ്പോൾ പ്രകാശനത് കേട്ടപ്പോഴത്തേക്ക് ഒരു ചലഞ്ചിങ് ആയി. നിനക്ക് മിടുക്കനാണെങ്കിൽ, നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെ ഇത് എല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുന്നു പറഞ്ഞു. പ്രഭാകരൻ പിള്ളയാണത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ പ്രകാശനാണെങ്കിൽ തൻ്റെ സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ എടുത്തിട്ട് 15 മിനിറ്റ് കൊണ്ട് ആ വണ്ടി നന്നാക്കി കൊടുത്തു. അപ്പോൾ പ്രഭാകരൻ പിള്ളയ്ക്ക് സന്തോഷമായി. കാരണം പുള്ളിക്ക് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നേരെയില്ല. പുള്ളിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ട്രിവാൻഡ്രം പോകണം. പുള്ളി ഹാപ്പി ആയിട്ട് പൈസയും കൊടുത്തിട്ട് ഒരു സല്യൂട്ട് അടിച്ചിട്ട് പുള്ളി പോയി. അപ്പോൾ ഈ പ്രകാശൻ തിരിച്ചറിഞ്ഞു, തനിക്കിപ്പോൾ ഇത്രയും വേഗത്തിൽ നന്നാക്കാൻ കഴിവൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ പുള്ളി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പണിയെടുക്കാൻ തുടങ്ങി. വണ്ടികൾ വരാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം വിൻറ്റേജ് കാറിൻ്റെ ഒരു റീസ്റ്റോറേഷൻ സെൻറ്റർ തന്നെ പുള്ളിക്കാരൻ അവിടെ തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രകാശിനെ പോലെ നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രഭാകരൻ പിള്ളയോ ഏതെങ്കിലും ഒരു മിലിറ്ററി ക്യാപ്റ്റനോ ഒക്കെ വന്നിട്ട് നമ്മുടെ മൂക്കത്തിടിച്ചാൽ മാത്രമാണ്, ചോര ഒലിച്ചാലും മാത്രമാണ് നമ്മൾ നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കത്തുള്ളൂ. അപ്പം ആരെങ്കിലും വന്ന് മൂക്കത്തിടിക്കാൻ നോക്കിയിരിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് മാക്സിമം സ്പീഡിൽ വർക്കൗട്ട് ആക്കിക്കോ. പ്ലം പാറ്റി. ബൈ ബൈ.